ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകളുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സംയുക്ത സമിതി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തിവരികയാണ്. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് നിലവിലെ 2034 എന്ന സമയപരിധിയിൽ നിന്ന് 2029ലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാധ്യത NDA പരിശോധിക്കുന്നതായാണ് വിവരം. ഇതിനായി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ നിയമസഭകൾ പിരിച്ചുവിടുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 11 എണ്ണത്തിലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അടുത്ത 2 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിലും നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. ഈ 4 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഭരിക്കുന്നത് NDA ആണ്. 2034 ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ വഴിയൊരുക്കുന്ന ബില്ലുകൾ പരിശോധിക്കുന്നതിനായി 2024 ഡിസംബറിലാണ് സമിതി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാരുകൾ, നിയമസഭകൾ, അക്കാദമിക് വിദഗ്ധർ, നിയമവിദഗ്ധർ, വ്യവസായ മേഖല എന്നിവരുൾപ്പെടെയുള്ളവരുമായി സംവദിക്കാൻ സമിതി വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു വരികയാണ്. ഈ വർഷത്തെ ശീതകാല സമ്മേളനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 വർഷങ്ങളിൽ NDA സംസ്ഥാന സർക്കാരുകളിൽ അധികാരം നിലനിർത്തുകയാണെങ്കിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം അതാത് ഗവർണർമാർക്ക് 2029 ജാനുവരിയോടെ ഈ 22 സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ പിരിച്ചുവിടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരം നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമുണ്ട്. മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോഴാണ് ഗവർണർ സാധാരണയായി ഇങ്ങനെ ചെയ്യുന്നത്. നിയമസഭ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 1950 ജനപ്രാതിനിധ്യ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സമിതിയുടെ പരിഗണനയിലുള്ള ഭരണഘടന 129 ബിൽ 2024, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമ ബിൽ 2024 എന്നിവ പ്രകാരം ബിൽ അടുത്ത ഘട്ടത്തിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി വെട്ടിച്ചുരുക്കും. അതായത് ബില്ലുകൾ പാസ്സായാൽ ഏറ്റവും നേരത്തെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുക 2034 മാത്രമായിരിക്കും. ബില്ലുകളിൽ നിലവിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിലും നേരത്തെ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇത് NDA മുഖ്യമന്ത്രിമാരാണ് തീരുമാനിക്കേണ്ടത്. ഈ വിഷയം സമിതിയുടെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്നായിരുന്നു സമിതി അധ്യക്ഷൻ PP ചൗധരി പറഞ്ഞത്. ചില BJP മുഖ്യമന്ത്രിമാർ ഇതിനകം തന്നെ ഈ നീക്കത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുറഞ്ഞത് 4 മുഖ്യമന്ത്രിമാർ, അതായത് ഗോവ, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഡൽഹി ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും പിന്തുണച്ച് രംഗത്തെത്തി. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതിന് ഡൽഹിയുടെ ഭരണകാലാവധിയിൽ ഉചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഡൽഹി സർക്കാർ അത് ക്രിയാത്മകമായ സമീപനത്തോടെ പരിഗണിക്കാൻ തയ്യാറാണെന്ന് ജൂലൈ 1 സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യ താൽപര്യത്തിന് ആവശ്യമാണെങ്കിൽ അത്തരം സഹകരണം നൽകുന്ന മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാകാൻ ഡൽഹിക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹിയുടെ കാര്യത്തിൽ നിലവിലെ നിയമസഭയുടെ കാലാവധി 1 വർഷം വെട്ടിച്ചുരുക്കേണ്ടി വരും. 2029 ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടത്താനായി നിയമസഭകൾ പിരിച്ചുവിടാൻ NDA തീരുമാനിച്ചാൽ യഥാക്രമം 2027 2028 തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളായ ഗോവ, ഗുജറാത്ത്, മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ നിയമസഭകളുടെ കാലാവധി 3 വർഷവും ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, രാജസ്ഥാൻ, ത്രിപുര എന്നീ നിയമസഭകളുടെ കാലാവധി 4 വർഷവും വെട്ടിച്ചുരുക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് 2027, ഹിമാചൽ പ്രദേശ്, കർണാടക, മിസോറാം, തെലങ്കാന 2028 എന്നിവ ഉൾപ്പെടുന്നു. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സംസ്ഥാന നിയമസഭകൾക്ക് 3 മുതൽ 4 വർഷം വരെ മാത്രമേ കാലാവധി ബാക്കിയുണ്ടാവൂ. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പുറമെ ഈ നീക്കം NDAയും പ്രതിപക്ഷവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. 22 NDA സംസ്ഥാനങ്ങൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു സാങ്കല്പിക കാര്യമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു.
കോൺഗ്രസ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ എതിർക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഉത്തരവാദിത്വത്തിന് നിരക്കാത്തതുമാണ്. JPC വിഷയം പരിശോധിച്ചു വരികയാണ്. ശീതകാല സമ്മേളനം വരെ റിപ്പോർട്ട് നൽകാൻ സമയമുണ്ട്. തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താൻ തക്കതായ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2024 കോൺഗ്രസ് DMK MP മാർ ഈ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച് എതിർത്തിരുന്നു. മെയ് മാസത്തിൽ കമ്മിറ്റി അന്നത്തെ കർണാടക ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും അദ്ദേഹം ബില്ലുകളെ എതിർത്തിരുന്നു. ഇതുവരെ മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഡൽഹി, ഗോവ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളുമായി സമിതി ചർച്ച നടത്തി കഴിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പരിഷ്കാരം 2029 പൊതു തിരഞ്ഞെടുപ്പോടെ നിലവിൽ വന്നേക്കുമെന്നും സൂചനയുണ്ട്. ഈ പരിഷ്കാരം നിലവിൽ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വിഷയവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷനും BJP MP-യുമായ PP ചൗധരി പറഞ്ഞു. ഗോവയിൽ സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചൗധരി. നിർദ്ദിഷ്ട തെരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് സമവായത്തിൽ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടുമുള്ള വിവിധ കക്ഷികളുമായി JPC കൂടിക്കാഴ്ച നടത്തിയതായും ചൗധരി പറഞ്ഞു. കൂടിക്കാഴ്ച നടത്തിയതിൽ 99% പേരും നിർദ്ദിഷ്ട പരിഷ്കാരത്തെ പിന്തുണച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോവയിലെത്തിയ JPC മുഖ്യമന്ത്രി പ്രമോദ് സാവന്തുമായും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളുമായും തെരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടും അഭിപ്രായം ആരാഞ്ഞു. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെ ഭരണഘടനാ വിദഗ്ധരും സിവിൽ സൊസൈറ്റി സംഘടനകളും വിദ്യാഭ്യാസ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരുമായും ഇതിനകം കൂടിക്കാഴ്ച നടത്തിയെന്നും ചൗധരി പറഞ്ഞു. സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് നിലവിൽ ബില്ല്. ഭരണഘടനാ ഭേദഗതി ബിൽ ആയതിനാൽ മുന്നിൽ 2 ഭൂരിപക്ഷം ആവശ്യമാണ്. ബിൽ പാർലമെന്റിൽ പാസ്സായില്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും NDA വൃത്തങ്ങൾ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. RSSന്റെ സുപ്രധാന അജണ്ടയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം നേടാനുള്ള ബിൽ 2024 ഡിസംബറിലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിന്നാലെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു. ഭരണഘടനയുടെ 82, 83, 172, 327 എന്നീ അനുച്ഛേദങ്ങളിലാണ് ഭേദഗതി വരുത്തുന്നത്. ലോക്സഭയിൽ നിന്ന് 27 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 12 അംഗങ്ങളും അടക്കം 39 പേരാണ് സംയുക്ത പാർലമെന്ററി സമിതിയിലുള്ളത്. ഒരേസമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ധാരാളം പണം ലാഭിക്കുമെന്നും വികസന പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നത് തടയുമെന്നാണ് RSS BJP കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. അതേസമയം ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക വഴി പ്രചാരണ അജണ്ട തങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമെന്ന ഗൂഢതന്ത്രമാണ് BJPയുടെ മനസ്സിൽ. 5 വർഷത്തേക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്ന ഭരണഘടനാപരമായ അവകാശം നിഷേധിക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നീട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകുന്നത് ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. മോദി സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനങ്ങളും അവരുടെ വരുമാനങ്ങളും വിവാദത്തിലായിട്ടുണ്ട്.